ഹായ് ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഡിന്നർ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അങ്ങനെയാണ് ലെമൺ റൈസും അതുപോലെ ഗോബി വെച്ചിട്ടുള്ള ഒരു ഫ്രൈയും ആണ് കേട്ടോ. ഇത് ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി തയ്യാറാക്കുന്ന റൈസ് അല്ല. പിന്നെ എന്റെ കയ്യിലൊരു പൗഡർ ഉണ്ട് ലെമൺ റൈസിന്റെ. ആ പൗഡർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അധിക പണിയൊന്നുമില്ല. റൈസ് പ്രിപ്പയർ ചെയ്യുന്നു, ആ പൗഡറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലെമൺ റൈസ് തയ്യാറാക്കുന്നു. പിന്നെ അതിലേക്ക് തന്നെ ഒരു ഡ്രൈ ഫ്രൈ പോലെ ഗോബി ഉണ്ടാക്കുന്നു. അത് നമ്മളൊരു 20 മിനിറ്റ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ വർക്കിംഗ് മാംസിനും അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇന്നൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ കരുതിയത്. അപ്പൊ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഈ ഡിന്നർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇപ്പൊ ഇവിടെ ഏകദേശം സമയം 8 മണിയായിട്ടുണ്ട്. ഒരു 8:20 ആകുമ്പോൾ നമ്മുടെ ഡിന്നർ എല്ലാം റെഡിയാവും. അപ്പൊ അതിന്റെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഫോണിലൊന്ന് ടൈം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. 20 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ഒക്കെ തുടങ്ങാം. അതിനു മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ഇനി ഇതാ കുക്കിംഗ് തുടങ്ങുകയാണ്. ആദ്യം കോളിഫ്ലവർ ഒന്ന് മസാല തേച്ച് വെക്കാൻ കരുതി. എന്നിട്ട് പിന്നെ റൈസ് ശരിയാക്കിയിട്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഈ ഇല ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതാ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് നല്ല വലിയ പീസുകളാക്കി കഴിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ബിരിയാണിയുടെയൊക്കെ സൈഡ് ഡിഷായിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇതിന് മുമ്പ് നമുക്കൊരു പാർട്ടി വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഗസ്റ്റൊക്കെ വന്ന സമയത്ത് പെട്ടെന്ന് ഒരാളതിൽ വെജിറ്റേറിയൻ ആണെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു മെനു ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഗോബി ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഫ്രൈ ചെയ്ത ഒരു സ്റ്റൈലിലാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതുമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് 20 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൽ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് സാധാരണ നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്ന പോലെ കഴുകിയാൽ പോരാ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പുഴുകളോ അങ്ങനെയൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലവരിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യും. ഞാനിത് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതാ ഇതുപോലൊരു സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറി പിന്നെ ആ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ മസാല തേച്ച് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റൈസ് റെഡിയാക്കുന്നത്. ലെമൺ റൈസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലും ഇവിടെയൊക്കെ ഷോപ്പിൽ ഇത് കിട്ടും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പാക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് തന്നതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെയും നമുക്കിത് കിട്ടും, നാട്ടിലും എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ കടലയും നട്ട്സും എല്ലാം വരുന്നുണ്ട്. ആ റൈസ് ഇവിടെ ഉണ്ട്, ഞാൻ ഓൾറെഡി വെച്ച റൈസ് ഉണ്ട്. അപ്പോൾ ആ റൈസിലാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഓയിൽ ചൂടാക്കിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ നമ്മുടെ ഈ പൗഡർ ഇട്ട് കൊടുക്കുക. ഈ പൗഡർ നമ്മുടെ ചോറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. കുറേ ചോറുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പൗഡർ ഇടണം, കുറച്ച് ചോറുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇത് നമുക്ക് ഈ മട്ട റൈസ് വെച്ചിട്ട് മാത്രമല്ല, ജീരകശാല, ബസുമതി ഏത് റൈസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ജീരകശാലയും ബസുമതിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കുക്കായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച റൈസ് ആയതുകൊണ്ട് ജസ്റ്റ് അതൊന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ റൈസിലേക്ക് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, കറി ഉപ്പേരി ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല ലെമണ്ടിയും കടലയും നട്ട്സും പിന്നെ അതുപോലെ ഈവൻ കടുക് വരെ അതിൽ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വെറും റൈസ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നട്ട്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത പാക്കറ്റ് ആയതുകൊണ്ട് നട്ട്സൊക്കെ കൂടുതൽ ആദ്യം എടുത്ത സെക്ഷനിലേക്ക് വന്നു, ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൗഡർ ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിക്കാനും ടേസ്റ്റാണ്, നമുക്ക് പണിയും എളുപ്പമാണ്.
ഇനി നമ്മുടെ കോളിഫ്ലവറിലേക്കുള്ള പിന്നെ മസാല റെഡിയാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനെഗിരി, പിന്നെ നമുക്ക് ഒരു ലെമൺ ഫുള്ളായിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അരിപ്പൊടിയാണ് കോൺഫ്ലവറിനെയും കാട്ടി ഏറ്റവും നല്ലത് കേട്ടോ. കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ കോട്ടിങ് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ആ കോട്ടിങ് പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല, നല്ലോണം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഗോബി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും അരിപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ ഇതിലേക്ക് ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫുൾ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളറ് മാറും, ഇതിൻ്റെ ഉള്ളൊന്നും കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. റൈസ് നമുക്ക് നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടായിരുന്നു, ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗോപിയും കൂടെ ഫ്രൈ ചെയ്താൽ നമ്മുടെ ഡിന്നറൊക്കെ റെഡിയാവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ അധിക സമയവും ഈ ചിക്കനും ഇങ്ങനത്തെ ഗോപിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെ കൂടെ കഴിക്കണേയും കാട്ടിയും ഷെമിക്കാക്കും കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ശരിയായപ്പോൾ തന്നെ അവരൊന്ന് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും പറയുന്നതാണ് ഫുഡ് ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഫുൾ ടേസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ സമയം ഏകദേശം 20 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഫിനിഷ് ആയിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ അലാറം അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാച്ചും കൂടെ ഫ്രൈ ചെയ്തു. ഇനി ഇതാ നമ്മുടെ ഡിന്നറൊക്കെ കഴിക്കുകയാണ്. നല്ല ലെമൺ റൈസും ഗോബി ഫ്രൈയും പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറും കുറച്ച് യോഗട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഡിന്നർ 20 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ലെമൺ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏത് റൈസിലും ഉണ്ടാക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓൾറെഡി ഞാൻ മട്ട റൈസ് ഉണ്ടായതുകൊണ്ട് ഇതിൽ പ്രിപ്പയർ ചെയ്തതാണ്. നമുക്ക് ബസുമതിയിലും ജീരകശാലയിലും ഏത് റൈസിലും വേണമെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ, ഏതും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വർക്കിംഗ് മാംസിനും നമ്മൾ മടിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ്. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പുതിയ വീഡിയോസുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.